ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിധി ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു ബുധനാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു ഏകദേശം 6:30 ആയിട്ടുണ്ട്. മഴ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ചെടികളിലൊക്കെ ഇങ്ങനെ വെള്ളം വീണ് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അതായത് അപ്പത്തിൻ്റെ മാവിൻ നില തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കിന്ന് അപ്പം ചുട്ടെടുക്കണം. പിന്നെ മുട്ടക്കറി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിൽ പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അപ്പത്തിൻ്റെ മാവൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ലതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് മാവ്. നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഇന്നലെ തന്നെ ഉപ്പിട്ടാണ് ഈ മാവ് അരച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇത് ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പാത്രത്തിൽ നിറഞ്ഞിരിക്കുകയാണ്, ജസ്റ്റ് കളയാറായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് നമുക്ക് പതുക്കെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുമ്പോൾ തന്നെ അതങ്ങ് താഴെ പോകും, അതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് ഇതാവും, അപ്പോൾ കുറച്ചൊന്ന് താഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പതുക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കറക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഓക്കെ. അപ്പോൾ അപ്പത്തിൻ്റെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്, ഭയങ്കര സോഫ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ അപ്പവും നല്ല സോഫ്റ്റ് ആയിരിക്കും. ഓക്കെ കണ്ടോ. അപ്പോൾ കുറച്ചൊന്ന് താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു അപ്പച്ചട്ടി ഒന്ന് അടുപ്പത്ത് വയ്ക്കാം, എന്നിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഒരു 2 തവി, ചെറിയൊരു തവിയാണ്, അതുകൊണ്ട് തന്നെ 2 തവി മാവ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇത് അപ്പത്തിൻ്റെ മാവ് ഒഴിക്കുന്ന സമയത്ത് തീ കൂട്ടി വെച്ച് കൊടുക്കണം. അപ്പോൾ ചെറിയ ഈ ഡോട്ട് വരും, ചെറിയ ഇത് വരുമ്പോൾ നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. അടച്ചൊന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാമേ. അപ്പോൾ നമ്മുടെ അപ്പം ഏകദേശം 2 മിനിറ്റ് ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ വെന്തിട്ടുണ്ടോയെന്ന് തുറന്ന് നോക്കാം കേട്ടോ. നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിൽ മാറ്റാം. എന്നിട്ട് അടുത്ത് നമുക്കിതുപോലെ ഫുള്ള് കുറേ ആവശ്യമായിട്ടുള്ള അപ്പം നമുക്കിവിടെ ഒരു 8 എണ്ണം ചുട്ടെടുക്കണം. അപ്പോൾ നമുക്ക് 8 അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് മുട്ടക്കറിയും കൂടെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. കണ്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ നമുക്ക് അടുത്തും ഇതുപോലെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 അപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. ബാക്കി ഒരെണ്ണം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ളത് നോക്കാം. ഒരു പാനൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി, പിന്നെ കറിവേപ്പിലയും അതുപോലെ തന്നെ സവാള ഒരു 2 മീഡിയം സൈസിൽ സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ സവാള പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട്. അപ്പോൾ ഇനി ഞാനിത് കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അതൊന്ന് തേങ്ങാപ്പാലാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി സവാള എന്തോന്ന് നോക്കാം. ഓക്കെ, സവാള ഇപ്പോൾ നല്ലതുപോലെ തന്നെ ഒന്നായിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. സവാള മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കണം. അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അത് നമുക്ക് ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. സവാളയ്ക്കനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ മുളക് പൊടി കുറച്ച് എടുത്തിട്ടുള്ളൂ. കാരണം ഇത് കാശ്മീരി ചില്ലിയൊന്നുമല്ല, സാധാരണ മുളക് പൊടി ആയതുകൊണ്ട് കുറച്ച് എരിവുള്ളത് കൊണ്ട് കുറച്ച് മുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് എരിവ് അധികം വേണമെന്നുള്ളൊരു എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണമൊക്കെ ഇപ്പോൾ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ തേങ്ങാപ്പാൽ ആവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് വെച്ച് ഇതൊന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മുട്ട അടുപ്പത്ത് വെച്ച് കൊടുക്കാവേ. മുട്ട നല്ലതുപോലെ വെന്തപ്പോൾ ഞാൻ ഈ കറിയിൽ ചേർത്തിട്ടുണ്ട്. 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കറി നല്ലതുപോലെ തന്നെ കുറുകി വന്നപ്പോഴേക്കും അതിൽ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം മുട്ടക്കറി അതുപോലെ തന്നെ ചായ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഉച്ചത്തേക്കുള്ള ചോറാണ് കേട്ടോ. അപ്പോൾ ഇത് സ്കൂളിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറ് ഇതിലേക്ക് വയ്ക്കാം. 2 തവി ചോറ് ഞാൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് എല്ലാ കുട്ടികളും ചോറാണ് അപ്പോൾ സ്കൂളിൽ കൊണ്ടുവരുന്നത്. അവിടെ തന്നെ വിട്ടിന് ചോറ്, അതുപോലെ തന്നെ ചീരത്തോരനുണ്ട്, പിന്നെ അവിയലുണ്ട്. അപ്പോൾ അവിയൽ നല്ലതുപോലെ വെന്താൽ മാത്രമേ കഴിക്കത്തുള്ളൂ. അതിൻ്റെ കഷ്ണം കടന്ന് കഴിക്കത്തേ ഇല്ല. അവിടെ തന്നെ നല്ലതുപോലെ ഞാൻ കുക്കറിലിട്ട് ശരിക്കും പറഞ്ഞാൽ പച്ചക്കറിയൊക്കെ വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് നല്ലതുപോലെ വെന്ത അവിയലാണ്. അപ്പോൾ ചീരത്തോരൻ വെച്ചു, പിന്നെ അവിയലും കൂടെ വെച്ചു. പിന്നെ ഇന്ന് ചിക്കനും ഫിഷൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ മുട്ട പൊരിച്ചത് കൂടെ വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അച്ചാറൊന്നും കഴിക്കത്തില്ല കേട്ടോ. നെല്ലിക്കയോ അല്ലെങ്കിൽ നാരങ്ങ അച്ചാറോ മാങ്ങ അച്ചാറോ അങ്ങനെ ഒന്നും കഴിക്കില്ല. അതുകൊണ്ട് തന്നെ അച്ചാറൊന്നും അങ്ങനെ വച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മിട്ടുവിൻ്റെ ലഞ്ച് ബോക്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഭയങ്കര സിമ്പിളായിട്ട് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ മുട്ട പൊരിച്ചതും കൂടെ വെച്ച് അടച്ച് ലഞ്ച് ഈറ്റിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വൈകിട്ട് ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിയിൽ ഇന്ന് ശംഖുപുഷ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പൂവൊന്ന് പറിച്ചെടുത്തു. ഇവിടെ ഇങ്ങനെ വെറൈറ്റി പൂക്കൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് വഴിയിൽ നിൽക്കുമ്പോൾ വെറുതെ പറിച്ചെടുക്കും. മാത്രമല്ല ഇവിടെ കൂടെ ഇങ്ങനെ പോകുന്ന പിള്ളേർക്ക് വെറുതെ
പറിച്ചെടുക്കാറുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചുതരാം. ഇവിടെ ഒരു പഴയ വീടുണ്ട്, പണ്ടത്തെ ഒരു നമ്മുടെ ട്രഡീഷണൽ വീടല്ലേ, അങ്ങനത്തെ ഒന്നുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാവേ. അതേ കണ്ടില്ലേ, ഇതാണ് അത്. നല്ല രസമല്ലേ കാണാൻ, നല്ല രസമുണ്ടത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മൾ നേരത്തെ കുറച്ചെടുത്ത് ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഒരു സാധനം കൂടെയുണ്ട്, അപ്പൂപ്പൻ താടിയുണ്ട്. അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഒരെണ്ണം കിട്ടി കേട്ടോ. അപ്പോൾ അതാണിത്. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് പായസം വയ്ക്കാം. അപ്പോൾ ഞങ്ങൾ ഒരു പാക്കറ്റ് പായസത്തിൻ്റെ മിക്സ് ഉണ്ടായിരുന്നു, അതിൽ പായസം ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. ഇതിപ്പോൾ 5 മണി ആയിട്ടുണ്ട്, നല്ല മഴ പെയ്തു, പെട്ടെന്ന് മഴ പെയ്തു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് കുറച്ചൊന്ന് മഴ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കടയിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഒരു ബുക്ക് വാങ്ങണം, നിൽക്കുന്ന നാളെ ഒരു അസൈൻമെൻറ്റ് ചെയ്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞു പിള്ളേർക്ക് അസൈൻമെൻറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിന് എനിക്കൊരു ബുക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കടയിൽ പോയതാണ്. അപ്പോൾ കുടയൊക്കെ പിടിച്ചിട്ടാണ് പോകണം. ഇപ്പോൾ ഭയങ്കര മഴയല്ലെങ്കിലും കുടയൊക്കെ പിടിച്ച് പോകാൻ പറ്റുന്ന ആ ഒരു അങ്ങനത്തെ ഒരു മഴയാട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നടന്നാൽ മതിയല്ലോ, ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ റോഡിലെത്തും. അപ്പോൾ അത്ര ദൂരം മതി, അത്രയേ ഉള്ളൂ കടയിലെത്താനായിട്ട്. അങ്ങനെ അപ്പോൾ നല്ല എന്താ പറയുക, നല്ല മഴത്തുള്ളികളൊക്കെ ഇങ്ങനെ വീഴുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മൾ വീട്ടിൽ പോയിട്ട് കുറേ അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. അപ്പോൾ എൻ്റെ കുടയിൽ നിന്ന് ഇങ്ങനെ വെള്ളത്തുള്ളികളൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം കേട്ടോ. ബൈ.